SYS യുവജന സമ്മേളനം സിറാജ് ലൈവ് പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. SYS 70ാം വാർഷിക സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ ഉജ്ജ്വല തുടക്കം. മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് വേദികൾ. സേവനം ചെയ്യുക എന്നത് മനുഷ്യരുടെ ഉത്തരവാദിത്തമാണെന്ന് അമേരിക്കൻ പണ്ഡിതൻ ഷെയ്ഖ് യഹിയ റോഡസ്. വയനാട് ഉരുൾപൊട്ടൽ ഭൂമിയിൽ സാന്ത്വന പ്രവർത്തന രംഗത്ത് സജീവമായ SYS പ്രവർത്തകർക്ക് ബിഗ് സല്യൂട്ടെന്ന് മന്ത്രി കെ രാജൻ. സേവനങ്ങൾ കേരള ജനത മറക്കില്ലെന്നും മന്ത്രി. രാഷ്ട്രീയ കക്ഷികൾ മതേതര സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നാളെ പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. SYS 70ാം വാർഷിക സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ ഉജ്ജ്വല തുടക്കം. മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമ്മേളനത്തിനാണ് സുന്നി യുവത തൃശൂർ ആമ്പല്ലൂരിൽ ഒത്തുചേരുന്നത്. തൃശൂർ എറണാകുളം ദേശീയപാതയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ആരംഭിച്ച സമ്മേളനം പ്രൗഢമായി. കൃത്യം 9,900 പേരാണ് സമ്മേളനത്തിന്റെ മുഴുസമയ പ്രതിനിധികൾ. കൂടാതെ 5 ജില്ലകളിൽ നിന്ന് വീതം 25,000 ബഹുജനങ്ങൾ ഓരോ ദിവസവും സമ്മേളനം ശ്രവിക്കാനെത്തും. ഉദ്ഘാടന സമ്മേളനം അമേരിക്കൻ പണ്ഡിതൻ ഡോക്ടർ യഹിയ റോഡസ് ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായി. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു. സേവനം ചെയ്യുക എന്നുള്ളത് മനുഷ്യരുടെ ഉത്തരവാദിത്തമാണെന്ന് അമേരിക്കൻ പണ്ഡിതൻ ഷെയ്ഖ് യഹിയ റോഡസ് പറഞ്ഞു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയവും ഇതുതന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. SYS 70ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഐഡിയൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This will open up the door for you and I to find a sense of fulfillment as a human being that we would not be able to find otherwise. So if we spend time reflecting upon this reality, then what happens is that of the 1,001 plus things to do, everybody does their part. And then the responsibility is divided and placed upon the shoulders of multiple people. And we know, of course, is that human beings will always be in a time of need. They will always be in need. But the greatest of servants and the closest of them to Him, subhanahu wa ta'ala, are those who do what it is that they can to be a means for the needs of റഹ്മാൻ, റഹീം എന്നീ വാക്കുകൾ തന്നെ കാരുണ്യത്തിൻ്റെതാണ്. സൃഷ്ടാവിൻ്റെ പ്രതിനിധികളായ മനുഷ്യൻ കാരുണ്യമുള്ളവരാകണം. മറ്റുള്ളവരുടെ വിഷമതകൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞാൽ സൃഷ്ടാവ് അവർക്കായി കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തി. സി മുഹമ്മദ് ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി, അലവി സഖാഫി കൊളത്തൂർ, M മുഹമ്മദ് സ്വാദിഖ്, ഷംസുദ്ദീൻ നെല്ലറ എന്നിവർ സംബന്ധിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ കേരളം പകച്ചു നിന്നപ്പോൾ SYS പ്രവർത്തകർ നടത്തിയ സേവനങ്ങൾ കേരള ജനതയ്ക്ക് മറക്കാനാകില്ലെന്നും സർക്കാരിന് വേണ്ടി മുഴുവൻ സാന്ത്വന പ്രവർത്തനങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നതായും മന്ത്രി കെ രാജൻ പറഞ്ഞു. സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഗവൺമെന്റിന് വേണ്ടി പങ്കുവയ്ക്കാനുണ്ട്. ജൂലൈ 30 പുലർച്ചെ ചൂരൽമല എന്ന പ്രദേശത്ത് പുഞ്ചിരിമുറ്റവും അട്ടാമലയും ആറാമലയുമായി വിഭജിച്ചു കിടക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ തലയ്ക്കുമീതെ 1782 അടി മുകളിൽ പൊട്ടിയ ഒരു ഉരുളിൻ്റെ പേരിൽ നമ്മുടെ മണ്ണിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ഒറ്റപ്പെട്ടു പോവുകയും മരണപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുകയും മരണപ്പെട്ടവരിൽ ബാക്കി നിൽക്കുന്നവരുമായിട്ടുള്ള സമൂഹത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ കേരളം ഒരു മനസ്സായി നിൽക്കുന്ന കാലമാണ്. കൃത്യതയോടുകൂടിയായിരുന്നു കേരളത്തിൻ്റെ തയ്യാറെടുപ്പുകൾ. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവിടെ നടന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ SYS നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ജീവശ്വാസത്തിൻ്റെ ഭാഗമാണതെങ്കിലും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അതിൻ്റെ പ്രവർത്തകർക്ക്, അവിടെ അണിനിരന്നവർക്ക്, അവരെ നയിച്ചവർക്ക്, അവർക്ക് ആശയം കൊണ്ട് കരുത്തു പകർന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് സർക്കാരിന് വേണ്ടി നൽകാൻ ഞാൻ ഈ അവസരം സന്തോഷപൂർവ്വം ഉപയോഗിക്കുകയാണ്. 7 പതിറ്റാണ്ട് പിന്നിട്ട SYS ഉത്തരവാദിത്വത്തിന്റെ രാഷ്ട്രീയമാണ് എന്നും ഉയർത്തിക്കാട്ടിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. സൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തിക്കാട്ടാൻ SYS എന്തും ശ്രദ്ധിച്ചിട്ടുണ്ട്.
വിദ്വേഷ രാഷ്ട്രീയ കക്ഷികൾ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. എന്നാൽ കേരളം സ്നേഹം കൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നു, ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. രാഷ്ട്രീയ കക്ഷികൾ മതേതര സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അതിനായി ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരള യുവജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം പറയുന്നവർ ഇലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റു കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ദീനീ പ്രസ്ഥാനങ്ങളിൽ ഇല്ല. ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധ ഭിന്നതകളും ഉണ്ടാക്കി തീർത്ത് അവർ വലിയ കക്ഷികളാണെന്ന് രാഷ്ട്രത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം പ്രത്യേകമായി അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള പാർട്ടികൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ സ്ഥാനം കൊടുത്ത് വളർത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും എല്ലാ കേന്ദ്ര സ്റ്റേറ്റ് ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മതമൈത്രിയും സ്നേഹബന്ധവും കുറഞ്ഞു വരികയാണ്. സമുദായത്തിൻ്റെ ഉള്ളിൽ ഭിന്നതയുണ്ടാക്കാൻ ചില ചെറു സംഘങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അവർ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ വികലമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പാരമ്പര്യ ശബ്ദമാണ്. ഒത്തൊരുമിച്ച് രാജ്യത്തോടൊപ്പം പ്രവർത്തിക്കാൻ അഹ്ലുസുന്നക്ക് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. ഭിന്നതകളിൽ നിന്നും എല്ലാവരും മാറി നിൽക്കണമെന്നും നന്മയിൽ ഒരുമിക്കണമെന്നും കാന്തപുരം വ്യക്തമാക്കി. ചടങ്ങിൽ പ്രവാസി സുരക്ഷാ പദ്ധതിയായ ICF കെയറിൻ്റെ ഉദ്ഘാടനവും പ്രഖ്യാപനവും കാന്തപുരം നിർവഹിച്ചു. രാഷ്ട്രീയ നിർമ്മാണത്തിനും സേവന രംഗത്തും SYSന്റെ ഇടപെടലുകൾ സമൂഹത്തിന്റെ ഉന്നതി ലക്ഷ്യമിട്ടുള്ളതായിരുന്നെന്ന് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി പറഞ്ഞു. SYS രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നേരത്തെ നാം പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ സമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഘട്ടങ്ങളെയെല്ലാം നാം വകഞ്ഞ് മാറ്റി പ്രതിരോധിച്ച് അൽഹംദുലില്ലാ ഈ 70 ആഘോഷിക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കെത്താൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. SYS എന്ന ഈ മഹത്തായ പ്രസ്ഥാനം ആദർശ സംരക്ഷണം അതേറ്റെടുത്തോടുകൂടെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഈ സമൂഹത്തിലെ സമുദായത്തിലെ അംഗങ്ങൾക്ക് എന്ന് മാത്രമല്ല സമൂഹത്തിന് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ രാജ്യത്ത് സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്താനുള്ള ഒരു പാഠം നൽകിക്കൊണ്ട് ഒരു പ്രത്യേകമായ രീതിയിലുള്ള സംഘടനാ രൂപത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ബോധം നൽകാൻ സാധിച്ചിട്ടുണ്ട്. മതഭൗതിക ജീവിതത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ 7 പതിറ്റാണ്ടുകൾ കൊണ്ട് SYSന് സാധിച്ചതായി റഹ്മത്തുള്ള സഖാഫി എളമരം വ്യക്തമാക്കി. എന്തിനു വേണ്ടിയാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ SYSനെ രൂപീകരിച്ചത്, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹുദൂരം മുന്നോട്ടു പോകാൻ നമുക്ക് സാധിച്ചു എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഫത്ഹായി, വിജയമായി നമുക്ക് സന്തോഷത്തോടുകൂടെ ഓർക്കാനുള്ള ഒന്നാമത്തെ കാര്യം. മഹാന്മാർ ആഗ്രഹിച്ച വിധത്തിൽ ഈ പ്രസ്ഥാനത്തെ വഴി നടത്താൻ നമ്മളെ മുൻഗാമികളായ നേതാക്കന്മാർക്ക് സാധിച്ചു എന്നതാണ് നമ്മളേറെ സന്തോഷിപ്പിക്കുന്നത്. അന്ന് രൂപീകരിക്കപ്പെട്ട ഈ പ്രസ്ഥാനം ഇന്ന് 70 വർഷം പിന്നിടുമ്പോൾ അഭിമാനകരമായ ചരിത്രം തീർത്തുകൊണ്ടാണ്
നമ്മൾ ഈ പ്ലാറ്റിനം ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6 മുതൽ സമ്മേളന നഗരി ഉണരും. 100 സബാഹ് എന്ന പേരിൽ ആത്മീയ സെഷനാണ് ആദ്യം. തുടർന്ന് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഊന്നിയുള്ള നവകാല ക്രമത്തിനനുസരിച്ച വ്യതിരക്തമായ സെഷനുകളെ കൊണ്ട് ഈ അനുഗ്രഹീത നഗരി വിരുന്നൊരുക്കും. ഐഡിയൽ കോൺഫറൻസ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ധനാത്മക യുവത്വം, അഹ്ലുസുന്ന, യുവകേരളത്തിന്റെ ഉത്തരവാദിത്വം, പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ വിശകലനം, മതത്തിന്റെ മധുരാനുഭവങ്ങൾ, ഇങ്ങനെയുള്ള സെഷനുകൾക്ക് പുറമെ വൈകുന്നേരം 4:30 നടക്കുന്ന പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി ആമുഖ ഭാഷണം നടത്തും. സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. ശശി തരൂർ MP, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, KK രാമചന്ദ്രൻ MLA, കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി, ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി, VK സനോജ്, അബിൻ വർക്കി, PK ഫിറോസ്. ശേഷം നടക്കുന്ന ഹെറിറ്റേജ് കോൺഫറൻസിൽ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീം നഹാ തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ ജില്ലകളിൽ നിന്ന് കഴിഞ്ഞ 1 വർഷത്തിനിടെ സുന്നി പ്രവർത്തകർ കൃഷി ചെയ്തതും പോറ്റി വളർത്തിയതുമായ ആടുമാടുകളുടെ മാംസമാണ് പ്രതിനിധികൾക്ക് കലവറയിൽ കഴിവതും ഭക്ഷണമായി വിളമ്പുന്നത്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന സമ്മേളനത്തിൽ ക്യാമ്പ് അംഗങ്ങൾ പ്ലേറ്റും ഗ്ലാസും വീട്ടിൽ നിന്നു തന്നെ കൊണ്ടുവരികയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. SYS 70ാം വാർഷിക സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ ഉജ്ജ്വല തുടക്കം. മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് വേദികൾ. സേവനം ചെയ്യുക എന്നത് മനുഷ്യരുടെ ഉത്തരവാദിത്തമാണെന്ന് അമേരിക്കൻ പണ്ഡിതൻ ഷൈഖ് യഹിയ റോഡസ്. വയനാട് ഉരുൾപൊട്ടൽ ഭൂമിയിൽ സാന്ത്വന പ്രവർത്തന രംഗത്ത് സജീവമായ SYS പ്രവർത്തകർക്ക് ബിഗ് സല്യൂട്ട് എന്ന് മന്ത്രി K രാജൻ. സേവനങ്ങൾ കേരള ജനത മറക്കില്ലെന്നും മന്ത്രി. രാഷ്ട്രീയ കക്ഷികൾ മതേതര സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നാളെ പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.